ഇടവിടാതെന്നും വചനം ശ്രവിക്കാം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, സുഭാഷിതങ്ങൾ 27:18. അത്തിമരം വളർത്തുന്നവൻ അതിൻ്റെ പഴം കിട്ടും. ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഉറപ്പുള്ള ഒരു അപ്രമാദിത്വമുള്ള സത്യം, അത്തിമരം നട്ട് വളർത്തുന്നവന് അതിൻ്റെ പഴം തിന്നാൻ കിട്ടും. കർത്താവ് നമുക്ക് വ്യക്തമായി പറയുകയാണ്, യജമാനനെ ശുശ്രൂഷിക്കുന്നവന് സമ്മാനം കിട്ടും, അവൻ ബഹുമാനിതനാകും. സഹോദര, അനേകം ഓഫീസുകളിലും ഫാക്ടറികളിലും ഇന്നത്തെ പ്രശ്നം, ശുശ്രൂഷ മനുഷ്യൻ ചെയ്യുന്നത് തൻ്റെ ജീവിത വരുമാനത്തിന് വേണ്ടി മാത്രമാണ്. തന്നെ ജോലിക്കെടുത്ത മനുഷ്യനെ ആദ്യം മാനിക്കും, പിന്നെ മറന്നുപോകും. താൻ ജോലി ചെയ്യുന്ന ഫാക്ടറി, ഫേം, വ്യാപാര സ്ഥാപനം, കമ്പനി എന്തുമാകട്ടെ, നിങ്ങൾക്കൊരു യജമാനനുണ്ട്. ആ ആളെ നിങ്ങൾ മാനിച്ച് നിങ്ങളുടെ ജോലി ചെയ്താൽ അത്തിമരം നട്ടു വളർത്തുന്നവന് പഴം കിട്ടുന്നത് പോലെ തന്നെ ഉറപ്പാണ് നിങ്ങൾ ബഹുമാനിതനാകും. സഹോദര, നിങ്ങളുടെ പടവെട്ടലും പോരാട്ടവും വിപ്ലവവും സമരവും കൊണ്ട് കിട്ടാത്ത കാര്യം യജമാനനോട് കൂറ് കാണിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ദൈവം അത്തിമരത്തിൻ്റെ പഴം നട്ടവന് കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് ബഹുമാനവും ഉയർച്ചയും തരും. ആമേൻ, ആമേൻ, ആമേൻ.